പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയേറെ സ്വർഗനരകങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് കേൾക്കുമ്പോൾ ആ സ്വർഗത്തെ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഈ കത്തിയാളുന്ന നരകത്തിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനും ഉണ്ടാവുകയില്ല. എല്ലാവരുടെയും ആഗ്രഹം സ്വർഗമാണ്. അതിനുവേണ്ടിയാണ് ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡുകളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ, ആ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കേണ്ട ആളുകൾ തന്നെയാണ് നാം ഓരോരുത്തരും. അതിലൊന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥ വിശ്വാസം ഓരോ വ്യക്തികളും സ്വീകരിക്കുക എന്നതാണ്. ഏതെങ്കിലും വിശ്വാസങ്ങളെ സ്വീകരിക്കലല്ല, ഏതെങ്കിലും ഒരു ആദർശത്തെ കൂട്ടുപിടിക്കലല്ല, മറിച്ച് ഏതെങ്കിലും ഒരുവൻ അവൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ, നരകത്തിൽ നിന്ന് വിമോചനം ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവൻ്റെ വിശ്വാസം ആദ്യമായി അവൻ ശരിയാക്കിയെടുക്കണം. വിശ്വാസം ശരിയാകാതെ മറ്റൊരു അമലും അവനിൽ നിന്നും പടച്ചറബ് സ്വീകരിക്കുകയില്ല. ഹദീസിൽ കാണാം, ഒരു ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം, സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഫുലാനുൻ ഷഹീദുൻ ഫുലാനുൻ ഷഹീദുൻ. ചില ആളുകൾ, സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇന്ന വ്യക്തി അവൻ ഷഹീദായിരിക്കുന്നു എന്ന് സ്വഹാബികൾ എല്ലാവരും പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തുഹു ഫിന്നാരി ഫീ ബുർദത്തിൻ ഗല്ലഹ. പ്രവാചകൻ പറയുകയാണ്, ഒരിക്കലും അവന് സ്വർഗം കിട്ടുകയില്ല. അവന് സ്വർഗം ഒരിക്കലും കിട്ടുകയില്ല. കാരണം അവനെ നരകത്തിയിൽ ഒരു തുണി കൊണ്ട് മൂടി പുതച്ച ഒരവസ്ഥയിൽ ഞാൻ അവനെ കാണുകയുണ്ടായി. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, നീ ജനങ്ങൾക്ക് മുമ്പാകെ വിളിച്ചു പറയണം, അന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികൾക്കല്ലാതെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഉമറെ താങ്കൾ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് പറയുകയാണ്. ഖാല ഫഖറജ്തു ഫനാദൈതു അലാ ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. ഇത് കേട്ടപ്പോൾ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മുഅ്മിനുകൾക്കല്ലാതെ അല്ലാഹു തആലയുടെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല. ഈ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു വ്യക്തി, അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു, ധീരമായി പോരാടി, ഒരുപാട് ശത്രുക്കൾ അദ്ദേഹം കൊന്നൊടുക്കി കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റൊരു മുറിവ്, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം വാൾ തുമ്പിലേക്ക് അദ്ദേഹം എടുത്ത് ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തെ പറ്റിയാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് അദ്ദേഹം സ്വർഗത്തിലാണ്, അദ്ദേഹം ഷഹീദായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ആളുകളെ തിരുത്തിയത്, ഒരിക്കലും അദ്ദേഹത്തിന് സ്വർഗം കിട്ടില്ല. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിലല്ല അയാൾ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അയാൾ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു മുഅ്മിനിനും ആ രൂപത്തിൽ പ്രവർത്തിക്കാനേ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു രംഗമാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഏതൊരു കാര്യമാണോ അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കലാണ്. അള്ളാഹും റസൂലും എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ ആയത്തുകളിൽ പടച്ചറബ് കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തായി നമുക്ക് മുമ്പിൽ പഠിപ്പിച്ച എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി അംഗീകരിക്കുന്നതോടുകൂടിയാണ് ഒരുവൻ യഥാർത്ഥ മുഅ്മിനായി തീരുക. മുഅ്മിനല്ലാത്ത കാലത്തോളം ഒരിക്കലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത്തസ്ദീഖു ബികുല്ലി മാ അഖ്ബറല്ലാഹു ബിഹി വറസൂലുഹു വബികുല്ലി മാ ശറഅഹു അല്ലാഹു ലിഇബാദിഹി മിൻ ഖൗലിൻ വഅമലിൻ വഅഖീദത്തിൻ. വിശ്വാസപരമായ, ഖൗലിയായ, അതുപോലെ തന്നെ അമലിയായിട്ടുള്ള ഏതൊരു കാര്യവും അള്ളാഹും റസൂലും ശറഇൽ നമുക്ക് മുമ്പിൽ കൽപ്പിച്ച ഏതൊരു കാര്യമായിക്കൊള്ളട്ടെ, ആ കാര്യങ്ങൾ ഒരുവൻ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ ഒരു മുഅ്മിനായി മാറുക, യഥാർത്ഥത്തിൽ അവൻ ഈമാൻ സ്വീകരിച്ചവനായി മാറുക. ഒരുവൻ ഇസ്ലാമിന്റെ എല്ലാവിധ അടയാളങ്ങളും അവന്റെ മുമ്പിലുണ്ട്. നീണ്ട താടിയുണ്ട്, നീളം വസ്ത്രം ധരിക്കുന്നുണ്ട്, പല ഇബാദത്തുകളും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ഹൃദയത്തിൽ അള്ളാഹും റസൂലും കൽപ്പിച്ച അതല്ലെങ്കിൽ ഈ ദീനിനോടുള്ള മഹബ്ബത്ത് അവന് ഒരൽപ്പം പോലും ഇല്ല എങ്കിൽ, ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ, എങ്ങനെയാണ് പടച്ച റബ്ബ് അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക? ഒരിക്കലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. പലപ്പോഴും നമ്മളൊക്കെ കണ്ടുവരാറുണ്ട്, നാട്ടിൽ ഏതെങ്കിലും ചില വ്യക്തികളെങ്കിലും പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായേക്കാം. ധാരാളമായി ആളുകളെ സഹായിക്കുന്ന ആളുകളാകും,
ധാരാളമായി നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അവൻ്റെ അഖീദപരമായ വിഷയങ്ങൾ നോക്കിയാലോ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവനല്ല, അതല്ലെങ്കിൽ പ്രവാചകനെ പൂർണ്ണമായും അംഗീകരിക്കുന്നവനല്ല. എങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് പടച്ച റബ്ബ് അവനിൽ നിന്നും സ്വീകരിക്കുക? ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിം. അദ്ദേഹമാകട്ടെ ഇബ്നു ജുദ്ആൻ അയാളുടെ ജഹാലത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബ ബന്ധം ധാരാളമായി ചേർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വയുത്ഇമുൽ മിസ്കീൻ, ധാരാളമായി സാധുക്കളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം മിസ്കീനുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. കുടുംബ ബന്ധം ചേർക്കും, മറ്റു തര കർമ്മങ്ങളൊക്കെ ചെയ്യും. ഫഹൽ ദാക നാഫിഉ. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചു, ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യൻഫഉഹു. അദ്ദേഹത്തിന് അതൊരിക്കലും ഉപകാരപ്പെടില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഇത് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. ഒരിക്കൽ പോലും അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ പുനരുത്ഥാന നാളിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസത്തിൽ എൻ്റെ കർമ്മങ്ങളെ പടച്ച റബ്ബ് എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ എന്ന് ഒരിക്കൽ പോലും ഇബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല. അഥവാ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. വിശ്വാസം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വലിയ മഹത്വമായി കൽപ്പിച്ചിരുന്ന കുടുംബ ബന്ധം ചേർത്തിയിട്ട് പോലും അയാളുടെ കർമ്മം സ്വീകരിച്ചില്ല. മിസ്കീനുകൾക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടും അയാളുടെ ഒരു സഹായവും പടച്ച റബ്ബ് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നിട്ടില്ല, അതല്ലെങ്കിൽ മുഅ്മിനായ ഒരു അവസ്ഥയിലേക്ക് അയാൾ കടന്നിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനില്ലാത്ത കാലത്തോളം ഒരു കർമ്മവും നമ്മിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല.